സ്വാഗതം. ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കാൻ പോകും. ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ കറക്കി കറക്കി വരുമ്പോൾ ഇതിൻ്റെ മേളിലോട്ട് മാവ് കയറി വരും. അപ്പോൾ അത് കയറി വരാതിരിക്കാനായിട്ടുള്ളൊരു ടിപ്പാണ് ഞാൻ പറയണത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവ് ഇതിനകത്തേക്ക് വെക്കണം. അതിൻ്റെ കൂടെ ഒരു പ്ലാസ്റ്റിക് കഷ്ണമാണിത്. ഇത് ഞാൻ ബിസ്ക്കറ്റ് മേടിച്ചപ്പോൾ കിട്ടിയ ഒരു കവറാണ്. ഇതുപോലെ റൗണ്ടിൽ പ്ലാസ്റ്റിക് കട്ടിയുള്ളത് വേണം. റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇതിൻ്റെ മേളിൽ ഇങ്ങനെ വെച്ചാൽ മതി. വെച്ചിട്ട് നമ്മൾ സാധാരണ ഇത് മേളിൽ വെച്ചിട്ട് ഇതുപോലെ മുറുക്കി വയ്ക്കണം. എന്നിട്ട് ഇടിയപ്പം ഉണ്ടാക്കണം. എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തെ മാവുണ്ടോ എന്ന് നോക്കാമേ നമുക്ക്. കണ്ടോ, ഇത് മാവ് അല്ലെങ്കിൽ മേളിലോട്ട് പിടിക്കും. ഇതിപ്പോൾ മാവ് മേളിലേക്ക് പിടിക്കത്തില്ല, പ്ലാസ്റ്റിക് ഇട്ടത് കൊണ്ട്. ഇതിൻ്റെ അകത്ത് പ്ലാസ്റ്റിക് കിടക്കുന്നുണ്ട്. ഇനി നമ്മൾ രണ്ടാമത് എടുക്കുമ്പോൾ ഇതുപോലെ തന്നെ മാവ് നിറച്ചിടുക, ഈ പ്ലാസ്റ്റിക് കോട്ട് മേളിൽ വയ്ക്കുക, പിന്നെ ഇതുപോലെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടും. നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്കത് ചെയ്തെടുക്കാം.